മനസ്സിലാക്കിയതിൽ നിന്ന് വരുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ അവരെ വകയായിട്ട് പ്രത്യേകം ഉണ്ടാക്കി. പുതിയ പുതിയ നിയമങ്ങൾ അവർ തന്നെ കൊണ്ടുവന്നു. അപ്പൊ മദ്രസ ഉണ്ടാക്കിയ കാലത്ത് ആകപ്പാടെ യഥാർത്ഥത്തിൽ മദ്രസ ഉണ്ടാക്കിയത് അറിയപ്പെട്ട മുജാഹിദോ സലഫിയോ ഒന്നും അല്ല. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അവരെ കൂട്ടത്തിൽപ്പെട്ട പുരോഗമനവാദിയായ ഒരു മുസ്ലിയാരാണ് ഉണ്ടാക്കിയത്. വാഴക്കാട് കുഴപ്പത്തൊടി കുടുംബത്തിന്റെ വഖഫ് സ്വത്ത് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ മദ്രസ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തെല്ലാം പുകില മുസ്ലിയാക്കന്മാരുണ്ടാക്കിയത്. അവസാനം കുഴപ്പത്തൊടി കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ വരും, വാഴക്കാട് വരും, എന്താ തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കീൻ. അദ്ദേഹം ഉണ്ടാക്കിയ സിലബസ് ഇതാ, അദ്ദേഹം ഉണ്ടാക്കുന്ന ബുക്ക് ഇതാ, അദ്ദേഹത്തിന്റെ പഠന രീതികൾ ഇതാ. അവസാനം എന്താ പറഞ്ഞാരിയോ, ഉസ്താദ് നിൽക്കുക, കുട്ടികൾ ഇരിക്കുക, ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? ഒരു കുറ്റം. രണ്ടാമത്തെ കുറ്റം, ചോക്ക് കൊണ്ട് ബോർഡുമ്പോ ഖുർആൻ എഴുതുക, എന്നിട്ട് അതിങ്ങനെ മായിച്ച ഖുർആന്റെ പൊടിയല്ല വീണ്, അതിമ ചവിട്ടാൻ പറ്റുമോ? ഖുർആൻ നിസർത്തപ്പെടും അവസാന കാലത്ത് എന്ന് പറഞ്ഞ് ഇതന്നെയല്ലേ. കണ്ടോ, രണ്ട് കുറ്റാ പറഞ്ഞു. യഥാർത്ഥത്തിൽ നിലനിൽപ്പുള്ള വാദായിരുന്നില്ല അത്. എന്നിട്ടോ അയാൾ അവിടുന്ന് പുകച്ച് പുറത്തിയടിച്ചു. അദ്ദേഹം നേരെ കോഴിക്കോട് ജില്ലയിലെ നല്ലടത്ത് പോയിട്ട് മദ്രസയാണ് തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ, മുസ്ലിയാക്കന്മാര് ചാലിലകത്തിന്റെ ബാക്കിൽ പോയി നിൽക്കുക, ഞങ്ങൾക്കും വേണം മദ്രസ. ആര്? മദ്രസ വലാലത്താണ്, ഇബ്നു തൈമിയ്യ തുടങ്ങിയതാണ്, കുട്ടികളെ മദ്രസ കളിച്ചാൽ നരകത്ത് പോവും എന്ന് പറഞ്ഞിരുന്ന കൂട്ടര് മദ്രസ ഉണ്ടാക്കി. ഇപ്പോൾ ചേളാരി കൂടെയൊക്കെ ചിലപ്പോ പോയാ ബാഡ്ജ് ചുറ്റിയ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ബാഡ്ജ് കാണാൻ വേണ്ടിട്ടേ, എന്താ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ. ആരി മൊഴിയരെ ചേളാരി സമസ്തന്റെ പൊതുപരീക്ഷ, റാങ്ക്, സംസ്ഥാന കലാമേള, അധ്യാപക ക്ഷേമനിധി ആർക്ക്? മദ്രസ ഹറാമാണെന്ന് പറഞ്ഞ കൂട്ടർക്ക്. ഞമ്മക്ക് പരിഭവമല്ല, ഞമ്മക്ക് സന്തോഷമുള്ളൂ, ഇവരെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചല്ലോ. പക്ഷെ എന്നാലും പറയും നമ്മളെ നേരെ, അതാ പ്രശ്നം, അതേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇത് സമ്മതിച്ചാ മതി, അന്ന് അബദ്ധം പറ്റിയതായിരുന്നു, സമ്മതിച്ചാ മതി. പഠിപ്പിക്കുന്ന വിഷയമൊക്കെ എന്തോ ആകട്ടെ. യതീം ഖാന ഉണ്ടാക്കിയപ്പോ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഖാന എന്ന് പറഞ്ഞ കുത്തുബ് ഖാന, ഇപ്പൊ ഇവിടെ കണ്ടു ഉറുദുവിലൊക്കെ അറിയാം. കുത്തുബ് ഖാന എന്ന് പറഞ്ഞ ഗ്രന്ഥശാല അല്ലെങ്കിൽ ബുക്ക് സ്റ്റാൾ എന്ന അർത്ഥം അല്ലേ. ദവാഖാന എന്ന് പറഞ്ഞാൽ മരുന്ന് ഷാപ്പ് എന്ന അർത്ഥം. അതുപോലെ യതീം ഖാന, യതീമുകളെ സൂക്ഷിക്കണം, സംരക്ഷിക്കുന്ന സ്ഥലം എന്നേ ഉള്ളൂ. അത് അറബി വാക്കായിട്ടാണ് വ്യാഖ്യാനിച്ചു. ഖാന എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്നർത്ഥമുണ്ട്. മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞിടത്ത് വൈദൗത്തുമിന ഖാന എന്നുണ്ടല്ലോ. അപ്പൊ ഖാനഹു, അവനെ വഞ്ചിച്ചു. അപ്പൊ യതീമുൻ ഖാനഹു, യതീം അവനെ വഞ്ചിച്ചു. കണ്ടോ, യതീമിനെ വഞ്ചിക്കുന്ന ഏർപ്പാടാണ്. പിരിവ് കൊടുക്കണവരോട് പറയും കൊടുത്തോളിയും കൊടുത്തോളിയും, എത്തിയാ കാണാ. അങ്ങനെ യതീം ഖാനയെ വിമർശിച്ചവർ അന്നൊക്കെ 1920-കളിൽ എത്ര മുസ്ലിമീങ്ങളാ മരിച്ചത്? രക്ഷിതാക്കൾ മരിച്ച എത്ര കുട്ടികളെ അനാഥരായത്? നായന്മാരും തീയന്മാരും ഒക്കെ അവരെ കുട്ടികളെ യതീംഖാന ഉണ്ടാക്കി സംരക്ഷിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നേതാക്കന്മാര് ഒരു യതീം ഖാന സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചത്. നബിന്റെ കാലത്തൊക്കെ ഒരു വീട്ടിലൊരു യതീം കുട്ടിയായിരുന്നു. അത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവർ കണ്ടെത്തിയ ബദൽ സംവിധാനം അത്. 4 കുട്ടികളുള്ള ഒരു കുട്ടീനെ ഏറ്റെടുക്കുക ഇന്നും നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുകയാണ്. പക്ഷെ അതിന് പ്രായോഗികമായി നടക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികമായി ആ കുട്ടി വളർന്നു വരുമ്പോ ആ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാകും, അപ്പൊ അന്യ കുട്ടിയാണ്. ആ നിലക്കുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ വിചാരിച്ചിട്ട് പിൽക്കാലത്ത് നടക്കാതെ വന്നപ്പോഴാണ് യതീംഖാന സമ്പ്രദായം തുടങ്ങിയത്. ആ സമ്പ്രദായത്തെ അങ്ങേയറ്റം എതിർത്തു. യതീംഖാന നശിക്കാൻ വേണ്ടി വയലിൽ വേർന്നു. എന്നിട്ടോ ഇപ്പൊ അവർ യതീംഖാനക്ക് വേണ്ടി കടിപിടി കൂടാ. ഒരു പഞ്ചായത്തിൽ അവർക്ക് 2-3 യതീംഖാനയാണ്. അതൊരു യതീംഖാന വ്യവസായമായി മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? യതീം കുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥയപ്പെന്ന് കേരളത്തില്. മധ്യവേനൽ അവധി വന്നാൽ മുസ്ലിയാക്കന്മാര് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാണ്, യതീം കുട്ടി ഉണ്ടോ, യതീം കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം 4 യതീം കുട്ടികളെ കിട്ടിയ ഒരു യതീംഖാന തുടങ്ങാം. അതിക്ക് പിന്നെ അഗതികൾ കുറെ കിട്ടും. അഗതി അനാഥ ചെറുതായിട്ട് മന്ദിരം, അനാഥ കുറച്ചുള്ളൂ, അഗതിയെ കൂടുതൽ. അഗതികളെ സംരക്ഷിക്കണ്ടെന്നുള്ളതല്ല, അഗതികൾക്ക് അപ്പൊ സംരക്ഷണം വേണ്ട. യതീമളെ നോക്കപ്പോ ഒരുപാട് ആളുണ്ട്. ഈ ബാപ്പന്ന് മരിച്ചു കിട്ടിയെങ്കിൽ വിചാരിക്കണ ഉമ്മമാരുണ്ട്. എന്നാ നാട്ടുകാർ നോക്കും. അങ്ങനത്തെ സ്ഥിതിയാപ്പുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി. യതീം കുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ വരെ പുരോഗമിച്ചു. പക്ഷെ അന്ന് എതിർത്തവർ, ആ എതിർത്തവർ ഇപ്പൊ പറയാണ് മതനവീകരണം ഞങ്ങൾ വിചാരണ ചെയ്യുകയാണ്. ആരാ വിചാരണ ചെയ്യുന്നത്? ആരെയാ വിചാരണ ചെയ്യുന്നത്? പറഞ്ഞെടുത്ത പഴയ സിനിക്കാരൻ പറഞ്ഞ അങ്ങനെ ഇപ്പം പറഞ്ഞതാ. ഇവന് മനസ്സിലാക്കണം എന്താ സംഗതി.
നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം വന്നതുകൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റമായിരുന്നു അത്. ഇനി എന്തിനധികം പരിശുദ്ധ ഖുർആന്റെ ഇപ്പൊ എത്ര പരിഭാഷ ഇവർക്ക് അല്ലേ? TK അബ്ദുള്ള മൗലവി മാട്ടൂർ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ, കണ്ണൂർ ജില്ലക്കാരനാ. പള്ളിയർസിലോന്ന് ജലാലിനി മലയാളത്തിലാക്കിയില്ലേ? സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് ഹുസിയാർ കൂത്തനാടുന്ന മുത്തുണ്ണി മൗലവി പരിഭാഷയും വ്യാഖ്യാനം 5 വള്ളിയായിട്ട് ഇറക്കിയത്. സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചമ്മാട പുറത്തിറക്കിയത്. കോഴിക്കോട്ടെ വലിയ കാളി, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടാതെ മാസപ്പറവിൽ അംഗീകരിക്കുന്ന സുന്നികൾക്ക് എല്ലാവർക്കും സ്വീകാര്യനായ വലിയ കാളി ഇമ്പിച്ചു കോയത്തങ്ങൾ, മുസ്തഫൽ ഫൈസി തിരൂര്, KV മുഹമ്മദ് ഹുസിയാർ പന്താവൂര്, അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരൂരങ്ങാടി, ഇവരൊക്കെ പരിഭാഷ ഉണ്ട്. ഈ പരിഭാഷകളൊക്കെ ഉണ്ടായിട്ടും ഖുർആൻ പരിഭാഷനെ പറ്റി ചോദ്യം കൊടുത്തു നോക്കാണ് നിങ്ങൾ. ഒരു സുന്നി പ്രസിദ്ധീകരണത്തിൽ ചോദ്യം കൊടുത്തു ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ, ഇപ്പോഴും തീർത്ത് പറയാൻ കഴിയില്ല. ഒറ്റോ ഇരട്ടോ എന്ന് വെച്ചാൽ ഒരട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്, അതുമായിട്ട് മറുപടിയെ കിട്ടുള്ളൂ. കാരണം എന്താ? ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്നത് സമസ്തയുടെ ലബോറട്ടറിയിൽ ഇന്നും പരിഹാരം കാണാതെ കിടക്കുന്ന ഒരു സമസ്യയാണ്. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഏതാ അസം മുസ്ലിയാരുടെ പുസ്തകമുണ്ട്, നമ്മളൊക്കെ കയ്യിലുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നു ഖുർആൻ പരിഭാഷ ഹറാമാണ്. ഞങ്ങൾക്കൊക്കെ കിതാബ് പോയി തരുന്ന കാലത്ത് ഉസ്താദന്മാര് ഗ്രാമർ പഠിപ്പിക്കുമ്പോ അതിന്റെ ഉദാഹരണത്തിന് വല്ല ആയത്തും വന്ന അതിലെ ഗ്രാമർ എന്താന്ന് പറഞ്ഞു തരില്ലാതെ അർത്ഥം പറയാറില്ല. അർത്ഥം പറഞ്ഞാൽ പേച്ചു പോകും എന്ന് പറയുമായിരുന്നു. ആര്? അസമൂല്യർ എഴുതിയിരിക്കാണ്. പാളയത്ത് തന്നെയാ പാട. ആ പുസ്തകം ആർക്കുള്ള മറുപടി അറിയോ? KV മുഹമ്മദ് മുസ്ലിയാർക്കുള്ള മറുപടിയാണ്. KVക്കെതിരിൽ എന്തൊക്കെയായി പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? പച്ചക്കള്ളം, കിതാബുകൾ ധിക്കരിക്കുന്നു, നോണ തട്ടിവിടുന്നു, ഖുർആൻ പരിഭാഷ ഹറാം തന്നെ. ഇതിന് ഒരു അധ്യായത്തിന്റെ പേരാണ്. ആ പുസ്തകം ഇന്നുണ്ട്. അന്ന് പറഞ്ഞ തെളിവൊക്കെ പല്ലിളിച്ച് നോക്കുക സമസ്തക്കാരുടെ നേരെ. ഈ പരിഭാഷ ഇങ്ങനെ വിറ്റ് കാശാക്കി ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഖാസിമി, ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടറെ റിസർച്ച് സെന്റർ മാത്രം തുടങ്ങിയെന്ന്. പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു പഹയ റിസർച്ച് ആണ് ഇജ്തിഹാദ് എന്ന അർത്ഥം, അതിന്റെ ബാതിൽ അടച്ചിടുന്ന് പണ്ടി നമ്മൾ പറഞ്ഞിടാ ഇതല്ല. അപ്പൊ റിസർച്ച് മാറ്റിട്ട് സ്റ്റഡി ആക്കിയതാ. മൂപ്പരെ പരിഭാഷ ഇറങ്ങിയപ്പോ കണ്ടോ? റിസർച്ച് തന്നെ ഗവേഷണല്ലേ? ഇജ്തിഹാദിന്റെ വാതിൽ 3 നൂറ്റാണ്ടോളം അടഞ്ഞുപോയതല്ലേ? ഇപ്പൊ അയാളെ പരിഭാഷ പുതിയത് ഇറക്കിയിരിക്കുന്നു. അയാളെ കുറിച്ചപ്പോ സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കണേ റഹ്മത്തുള്ള ഖാസിമി മൂത്താടം. അയാള് തബ്ലീഗ് പോകുക എന്നൊരു കൂട്ടര്, അയാള് വഹാബി ചോയുള്ള ആളാണ് വേറൊരു കൂട്ടര്. എല്ലാവരും ഇപ്പൊ അയാൾക്കെതിരാണ്. പക്ഷെ അയാളെ പരിഭാഷ ഇപ്പോ അവസാനത്തെ പരിഭാഷ ഇപ്പൊ അയാളെ പരിഭാഷയും ഇറങ്ങിക്കഴിഞ്ഞു. പരിഭാഷ ഹറാമാണേ, അത് മാറ്റൂല. എന്നാലും ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കണം നിങ്ങള്, നമ്മള് പരിഭാഷ അവരെ പരിഭാഷയും തമ്മിൽ എന്താ വ്യത്യാസം? എന്നിട്ട് അന്ന് പറഞ്ഞിന്ന് എന്താ അറിയോ? ഖുർആന്റെ ആയത്തിനെ ഒരിക്കലും മനുഷ്യർക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയൂല. ഖുർആനിന്റെ ആയത്തിന്റെ മുഴുവൻ സാരാംശവും ഉൾക്കൊള്ളുന്ന ഒരു പരിഭാഷ ലോകത്തുണ്ടാവില്ല. ഒക്കെ നമുക്കും അറിയാം. ഖുർആന് നല്ല ഏതൊരു ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയാലും ആ ഗ്രന്ഥത്തിന് ആ ഭാഷയിലുള്ള അതേ വിലയും നിലയും ഒരു പരിഭാഷകന് സ്ഫുരിപ്പിക്കാൻ കഴിയൂല. ഇപ്പൊ ഷേക്സ്പിയറുടെ ഒരു വലിയ കൃതി വലിയ ഇംഗ്ലീഷ് അറിയണോ നല്ല മലയാളം അറിയുന്നോ പരിഭാഷപ്പെടുത്തിയാലും ഷേക്സ്പിയർ ഇംഗ്ലീഷ് കൃതി വായിക്കുന്ന ഒരു അനുഭവം പരിഭാഷ വായിച്ചാൽ ഉണ്ടാവില്ല. അത് ഏത് ഭാഷക്കുള്ള പരിമിതിയാ? പരിഭാഷയുടെ പരിമിതിയാണ്. മാത്രമല്ല ഫാത്തിഹ തോന്നിന് പകരം അതിന്റെ പരിഭാഷ വായിച്ചാൽ മതി നമ്മളേറ്റ പറഞ്ഞണോ? നിസ്കരിക്കാൻ നിന്നിട്ട് ശപിക്കപ്പെട്ട പിശാചിൽ ഞാൻ അള്ളാഹു രക്ഷ ചേരുന്നു, പരമകാരുണ്യനും കരുണാനിധിയുമായ എന്ന് പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറഞ്ഞണോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്ത ആക്ഷേപം പറഞ്ഞിട്ട് പരിഭാഷ എതിർത്തവർ നമ്മള് അന്നേ പറഞ്ഞു ഒരു പരിഭാഷകൻ എന്താ മനസ്സിലായത്, അതാണ് പരിഭാഷയിൽ ഉണ്ടാകുക. ജനങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, ഖുർആനെ മനസ്സിലാക്കാൻ അത് പരിഭാഷപ്പെടുത്തൽ ആവശ്യമാണ്. ഈ പരിഭാഷ ഹറാമാന്നുള്ള വാദം സംഘടന ഹറാമാന്ന് പറഞ്ഞവർക്കുണ്ട്. കുറേശ്ശെ പുറത്തു വരുന്നുള്ളൂ, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഖുർആൻ പരിഭാഷ ഹറാമാണ്. വലിയ വലിയ പണ്ഡിതന്മാരുടെ ഫത്വകൾ നമ്മൾ കൊടുത്തപ്പോ ഞങ്ങൾക്ക് പണ്ഡിതന്മാരുടെ ഫത്വ ഒന്നും സ്വീകാര്യമല്ല. പിന്നെന്താ ഇപ്പൊ സ്വീകാര്യം? ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്ന് ഏതൊരാൾക്ക് പറയാ. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് അത് സന്മാർഗമാണ്. ഈ സന്മാർഗം അറബി അറിയാത്ത ഒരു മനുഷ്യന് കിട്ടണ്ടേ? ഒരു അമുസ്ലിമിന് എങ്ങനെ ഖുർആൻ മനസ്സിലാവും? എനിക്ക് മുസ്ലിം ആകണം എന്നുണ്ട്, ആദ്യം പോയി അറബി പഠിച്ചിട്ട് വാ. കേരള സൗദി അറേബ്യക്ക് വിസ എടുത്ത് കൊടുക്കുക, അവിടെ പോയി അറബിയൊക്കെ പഠിച്ചിട്ട് ഖുർആൻ പഠിച്ചിട്ട് വന്നാ മതി പറയോ? ആദ്യം മലയാള പരിഭാഷ എടുത്തത് കൊണ്ട് വായിക്കുങ്ങള് അല്ലേ? അതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്.
അപ്പൊ സ്വാഭാവികമായും അറബി അറിയാത്ത, അറബി സംസാരിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളെ ലോകത്തുള്ളൂ.